മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ കടലിലേക്ക് പ്രവേശിച്ചു എന്ന വാർത്ത വരുന്നു. ഈ കപ്പലുകൾക്ക് അകമ്പടിയായി യുദ്ധവിമാനങ്ങളും അപ്പാച്ചി ഹെലികോപ്റ്ററുകളെയും അമേരിക്ക ഉപയോഗപ്പെടുത്തി. ഇതിന്റെ അകമ്പടിയോടുകൂടെ സുരക്ഷിതമായി പേർഷ്യൻ കടലിലേക്ക് കടക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2 US നാവി ഡിസ്ട്രോയേഴ്സ്, 2 അമേരിക്കയുടെ ഡിസ്ട്രോയറുകൾ, ദി US ട്രക്സ്റ്റണും അതുപോലെ തന്നെ USS മാസോൺ എന്നറിയപ്പെടുന്ന ഇങ്ങനെയുള്ള 2 യുദ്ധക്കപ്പലുകളാണ് ഇപ്പോൾ ട്രാൻസിറ്റഡ് ദി സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ആൻഡ് എൻറ്റേർഡ് ദി പേർഷ്യൻ ഗൾഫ് ആഫ്റ്റർ നാവിഗേറ്റിംഗ് ഇൻ ഇറാനിയൻ ബാരേജ്. ഹോർമുസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ കടലിലേക്ക് 2 കപ്പലുകളും പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ദി ഷിപ്പ് സപ്പോർട്ടഡ് ബൈ അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സ് ആൻഡ് അതർ എയർക്രാഫ്റ്റ്, അതുപോലെ മറ്റു യുദ്ധവിമാനങ്ങൾ, ഇതിന്റെ എല്ലാം അകമ്പടിയോടുകൂടെയാണ്. എന്നാൽ ഈ കപ്പലുകൾ നീങ്ങുന്ന ഘട്ടത്തിൽ ഇറാന്റെ ഭാഗത്ത് ഡ്രോണുകളുടെയും മിസൈലുകളും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണമുണ്ടായി. എന്നാൽ ഈ ആക്രമണങ്ങളെയെല്ലാം തടഞ്ഞുകൊണ്ടാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ കടലിലേക്ക് പ്രവേശിച്ചത് എന്നാണ് ഇപ്പോൾ CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമല്ല. അമേരിക്കയുടെ കപ്പലുകൾക്ക് ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് പേർഷ്യൻ കടലിലേക്ക് കടന്നു എന്ന വാർത്ത വരുന്നത് ഏകദേശം 2 മണിക്കൂർ മുമ്പാണ്. എന്നാൽ അത് കടന്നതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഹോർമുസ് കടലിടുക്ക് എന്നതാണ് ഏറ്റവും പ്രതിസന്ധിയുള്ള ഭാഗം. കാരണം അത് ഏറ്റവും ചെറിയതാണ്, അവിടെ സ്പേസ് വളരെ കുറവാണ് എന്നതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ പേർഷ്യൻ കടലിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത്ര തന്നെ ആക്രമിക്കുക എന്നത് എളുപ്പമല്ല. എങ്കിലും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പേർഷ്യൻ കടലിലേക്ക് കടന്നതിന് ശേഷമുള്ള ഭാഗങ്ങളെല്ലാം ഇറാന്റെ ഷോർട്ട് റേഞ്ച് മിസൈലുകളെ കൊണ്ട് പോലും ആക്രമിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. എന്തായാലും ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി സംഭവിക്കുന്നത് എന്നത് വ്യക്തമല്ല. ഒരു കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഈ കപ്പലുകൾക്ക്, അതായത് പേർഷ്യൻ കടലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന, അതിന് എസ്കോർട്ട് നൽകുന്ന ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഇറാൻ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഭൂമുഖത്ത് ഇറാന്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. കടുത്ത ആക്രമണം നടത്തുമെന്ന ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആക്രമണങ്ങൾക്ക് പോസിറ്റീവായ ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരം നമുക്ക് ലഭിക്കുന്ന വാർത്ത. എന്തായാലും അതിനുശേഷം ഇറാന്റെ ഭാഗത്തുള്ള നീക്കങ്ങൾ എന്തായിരുന്നു എന്ന കാര്യം വ്യക്തമല്ല.